അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ അനുബന്ധ ക്ലാസ്സിൽ വിവരിച്ച മൂസാ നബിയുടെയും ഖിളിറിന്റെയും സംഭവം വിവരിച്ചു തുടങ്ങുകയാണ് ഇന്ന് പഠിക്കുന്ന 60-ാമത്തെ ആയത്ത് മുതൽ. അള്ളാഹു സവിശേഷമായ അറിവുകൾ കൊണ്ട് പ്രത്യേകം അനുഗ്രഹിച്ച അവൻ്റെ ഉത്തമ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസനെ കണ്ടുമുട്ടുന്നതിനു വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട സേവകനുമൊത്ത് മൂസാ നബി സമുദ്രങ്ങളുടെ സംഗമസ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ദീർഘയാത്ര തുടങ്ങുന്നത് വിവരിച്ചുകൊണ്ടാണ് ഈ സംഭവ വിവരണം ആരംഭിക്കുന്നത്. വൈദ് കാല മൂസ ലി ഫതാഹു, മൂസ തൻ്റെ സേവകനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഫത എന്ന് പറഞ്ഞാൽ യുവാവ് എന്നും സേവകൻ ബാല്യക്കാരൻ എന്നും അർത്ഥമുണ്ട്. ഇവിടെ സേവകൻ ബാല്യക്കാരൻ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മൂസാ നബിയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനും മൂസാ നബിയുടെ പിൻഗാമിയുമായിരുന്ന യൂഷ ബിൻ നൂൻ ആണ് ഇതെന്ന് പണ്ഡിതന്മാർ ഒരുപോലെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. മൂസാ നബി യാത്ര ആരംഭിക്കുമ്പോൾ തൻ്റെ സേവനത്തിനായി കൂടെ യാത്രക്കൊരുങ്ങുന്ന യൂഷനോട് പറഞ്ഞു, ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി, ഞാൻ ഇരു സമുദ്രങ്ങളുടെ സംഗമ സ്ഥലത്തെത്തുവോളം തുടർന്നുകൊണ്ടിരിക്കും, യാത്ര തുടർന്നുകൊണ്ടിരിക്കും എന്നർത്ഥം. ലാ അബ്റഹു, ഞാൻ ആയിക്കൊണ്ടിരിക്കും, തുടർന്നുകൊണ്ടിരിക്കും, ഈ യാത്ര ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. ഹത്ത അബ്ലുഗ, ഞാൻ എത്തുന്നതുവരെ, മജ്മഅ സംഗമസ്ഥലത്ത്, അൽ ബഹ്റൈനി രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്തായിരിക്കും ഞാൻ പ്രത്യേക അറിവ് നൽകി അനുഗ്രഹിച്ച എൻ്റെ ദാസനെ താങ്കൾക്ക് കാണാൻ കഴിയുക എന്ന് അള്ളാഹു മൂസാ നബിക്ക് ആദ്യമേ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഉള്ള സ്ഥലത്തെത്തി എന്ന് മനസ്സിലാക്കാനുള്ള ഒരടയാളമായി കൊണ്ട് കടലുകളുടെ സംഗമ സ്ഥലത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടാവാം. ഏതായാലും ആ സംഗമ സ്ഥലമെത്തി എന്നത് മനസ്സിലാവാനും ഒരടയാളം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിരുന്നു എന്ന് അടുത്ത ആയത്തിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. ഇത് ഏത് സമുദ്രങ്ങളുടെ സംഗമ സ്ഥലമാണെന്ന് വ്യക്തമാക്കാത്തതുകൊണ്ട് വ്യത്യസ്ത നിഗമനങ്ങളാണ് ഇക്കാര്യത്തിൽ പണ്ഡിതന്മാർക്കുള്ളത്. ബഹർ എന്നത് കടലിനു മാത്രമല്ല നദിക്കും പറയാം എന്നതുകൊണ്ട് സുഡാനിൽ നീല നൈൽ നദിയും വെള്ള നൈൽ നദിയും സംഗമിക്കുന്ന സ്ഥലമാണിത് എന്ന അഭിപ്രായമുണ്ട്. അതല്ല ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന സ്ഥാനം, അതുമല്ല ചെങ്കടലും അഖബ ഉൾക്കടലും ചേരുന്ന സ്ഥലം, അതുമല്ല അറ്റ്ലാന്റിക് സമുദ്രവും മധ്യധരണ്യാഴിയും സംഗമിക്കുന്ന സ്ഥലം, ചാവുകടലും ജോർഡാൻ നദിയും സംഗമിക്കുന്ന സ്ഥാനം തുടങ്ങി മധ്യേഷ്യയിലെ ചുറ്റുപാടുമുള്ള എല്ലാ സമുദ്ര നദീ സംഗമ സ്ഥലങ്ങളെയും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മൂസാ നബിയുടെ ജീവിതത്തിൽ ഏതു കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്? പ്രവാചകത്വം ലഭിച്ച ഉടനെയുള്ള കാലഘട്ടത്തിലാണോ, അതല്ല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടൽ കടന്ന് സീനാ മരുഭൂമിയിലുള്ള കാലഘട്ടത്തിലാണോ എന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രവാചകത്വത്തിൻ്റെ ആദ്യ നാളുകളിലായിരുന്നു എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരി എന്ന് പറയുന്നവർ അതിന് കാരണമായി പറയുന്നത്. സീനാ മരുഭൂമിയിൽ വസിച്ച കാലത്തായിരുന്നു എങ്കിൽ ഈ സംഭവം ഇസ്രായേലിയർക്കിടയിൽ സുപരിചിതമായ സംഭവമാകുമായിരുന്നു. ഈ സംഭവം ബൈബിളിൽ പരാമർശിച്ചിട്ടില്ല, ഇസ്രായേലികൾക്കിടയിൽ സുപരിചിതമായ സംഭവവുമല്ല. അതുകൊണ്ട് പ്രവാചകത്വം ലഭിച്ച ഉടനെ മൂസാ നബിക്ക് ചില ശിക്ഷണങ്ങളും പാഠങ്ങളും നൽകുന്നതിനു വേണ്ടി അദ്ദേഹത്തെക്കാൾ അറിവുള്ള ഒരു മഹാന്റെ അടുത്തേക്ക് അള്ളാഹു പറഞ്ഞയച്ചതായിരിക്കാനാണ് സാധ്യത എന്നാണ് ഈ അഭിപ്രായമുള്ളവരുടെ പക്ഷം. അപ്പോൾ ആ വ്യക്തിയെ കാണാനും അദ്ദേഹത്തിൽ നിന്ന് അറിവ് നേടാനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് ഒരുപാട് ദൂരം എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നേക്കാം, യാത്രാക്ലേശങ്ങൾ ഉണ്ടായേക്കാം, അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം എൻ്റെ കൂടെ വരാൻ എന്ന് അദ്ദേഹം തൻ്റെ ശിഷ്യനും സേവകനുമായ യൂഷ ഇബ്നു നൂനിനോട് പറയുകയാണ്. ഞാൻ സമുദ്ര സംഗമ സ്ഥാനം വരെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഔ അംലിയ ഹുഖുബ, അല്ലെങ്കിൽ ഞാൻ അതിദീർഘകാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഔ അംലിയ, അല്ലെങ്കിൽ ഞാൻ കഴിച്ചുകൂട്ടും, ഞാൻ യാത്രയിൽ തന്നെയായിരിക്കും, ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഹുഖുബൻ, ദീർഘകാലം, യുഗങ്ങളോളം. ഒരു യുഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ, 80 വർഷങ്ങൾ എന്നൊക്കെയാണെന്ന് കരുതപ്പെടുന്നു. ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം, എന്ത് വിഷമം സഹിച്ചിട്ടായാലും എത്ര ദൂരം സഞ്ചരിച്ചിട്ടായാലും ഞാൻ എന്നെക്കാൾ അറിവുള്ള ആ വ്യക്തിയിൽ നിന്ന് എനിക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടിയുള്ള ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. മൂസാ നബിയുടെ അറിവ് നേടണമെന്ന ഉറച്ച തീരുമാനം, അതിനുള്ള ക്ഷമ, അതിലേക്കുള്ള കൃത്യമായ ലക്ഷ്യം, അറിവ് നേടാനുള്ള ആഗ്രഹവും വിനയവും ഒക്കെ ഇതിൽ സൂചിപ്പിക്കുന്നു. ഇനി അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം
അവർ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഒരു മത്സ്യം അവരുടെ കയ്യിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നതും അതിലൂടെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി എന്ന് മനസ്സിലാക്കുന്നതുമാണ് അടുത്ത 3 ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.